ചോദിച്ചോട്ടാ നമസ്കാരം. നമസ്കാരം. ഈ പാകിസ്ഥാനിനകത്തുള്ള പാക് തിങ്ക് ടാങ്കുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത ചെയ്തിരുന്നല്ലോ, ബ്രഹ്മോസ് മിസൈലിനെ പേടിക്കണം, കാരണം ഏഷ്യ മുഴുവൻ ബ്രഹ്മോസ് വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈവൻ ചൈനയ്ക്ക് പോലും അതിനെ നേരിടാനുള്ള ശേഷി വളരെ കുറവാണെന്ന് പറഞ്ഞ് പാക് തിങ്ക് ടാങ്കുകൾ ഏഷ്യയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക വൃത്തങ്ങൾ നയിക്കുന്ന തിങ്ക് ടാങ്കുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകര് പലപ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കളിയാക്കുന്ന ബീച്ചയുടെ ഇടയ്ക്കിടയ്ക്ക് പറയാമല്ലോ, യുദ്ധം എന്ന് സംഭവിക്കും, നിങ്ങൾ പറയുന്നതല്ലേ ഉള്ളൂ, അടി നടക്കുന്നില്ലല്ലോ. അടി ഇപ്പോ ഇറാന്റെ കഴിഞ്ഞാൽ അതിനു മുമ്പ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിരുന്നു, റഷ്യ യുക്രൈൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇനിയിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് നടക്കുമെന്ന് ഇവർക്കറിയണം. അത് നമ്മൾ പറയാൻ ആളല്ല, കാരണം ഇതൊരു വലിയ പ്രോസസ്സാണ്. ഇനിയിപ്പോ യൂറോപ്പിലോട്ട് റഷ്യ കയറുന്നതും കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർ, കാരണം അവരുടെ കൗതുകം കാരണമായിരിക്കാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാകുമോ എന്നുള്ളത്. യൂറോപ്പ് അതിന്റെ തയ്യാറെടുപ്പിലാണ്, ഉടനെ കയറും. എന്തായാലും ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം എന്ന് നടക്കും എന്നുള്ള ഇവരുടെ ചോദ്യത്തിന് ഒരു മറുപടി ഞങ്ങളല്ല പറയുന്നത്. ഇത് പറയുന്നത് പാകിസ്ഥാനിലെ സൈനിക വൃത്തങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു തിങ്ക് ടാങ്ക് ആണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ യുദ്ധം നടക്കുമെന്ന് പാക് മിലിറ്ററി ലിങ്ക്ഡ് തിങ്ക് ടാങ്ക് എസ്റ്റിമേറ്റ് 60% പ്രോബബിലിറ്റി ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ വാർ വിത്തിൻ 12 to 24 months എന്നുള്ള റിപ്പോർട്ടുകളാണ് അവർ പറയുന്നത്. 12 മുതൽ 24 മാസത്തിനകം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത 60%. 60%മായി ഉയർന്നിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഈ തിങ്ക് ടാങ്ക്. ഇതിന്റെ പേര് ദ സെന്റർ ഫോർ ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് സ്റ്റഡീസ് എന്നാണ്. ഇവരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട പല വാർത്തകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് IAF തേജസ് ഫൈറ്റർ ജെറ്റ് സ്പോട്ടഡ് കണ്ടക്ടിങ് ഹൈ ഇന്റൻസിറ്റി പെട്രോൾസ് നിയർ പാകിസ്ഥാൻ ബോർഡർ. നമ്മുടെ തേജസ് വിമാനങ്ങൾ പാകിസ്ഥാൻ ബോർഡറിൽ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഹൈ ഇന്റൻസിറ്റി പെട്രോളിംഗ് നടത്തുന്നതായിട്ടുള്ള ഒരു നീക്കം പാകിസ്ഥാൻ നടത്തുന്നതായിട്ടുള്ള ഒരു സംഭവം ഇപ്പൊ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതിൽ നിന്ന് വേറൊരു റിപ്പോർട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാകിസ്ഥാനിലെ കർഷകർ ഇനി ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കും എന്നുള്ളത് എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കമ്മിക്കുട്ടന്മാരൊക്കെ ഇപ്പോൾ ഈ ഒരു വാർത്തകൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സമയത്ത് പല പോസ്റ്റുകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ജലത്തിന് വേണ്ടി യുദ്ധം ഉണ്ടാകാൻ പാടില്ല, ആ ജലം അവർക്ക് കൊടുക്കണം, കാരണം അത് അവർക്ക് ആവശ്യമുള്ള ജലമാണ്. ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തെ സിവിലിയൻസിനെ പീഡിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ മോഡലിലുള്ള യുദ്ധമുറകൾ നടത്തരുത്. നെഹ്റുജിക്ക് ഇത് അറിയാമായിരുന്നു. നെഹ്റുജി ഉണ്ടായിരുന്ന സമയത്താണ് ഈ ട്രീറ്റി ഉണ്ടാക്കിയത്. അതിനുശേഷം 3 യുദ്ധം വന്നല്ലോ. പിന്നെ അപ്പോഴൊന്നും തന്നെ നെഹ്റുജി ഈ IWT ഇൻഡസ് വാലി ട്രീറ്റിയിൽ കൈവച്ചിട്ടില്ല. അതിന് ബുദ്ധിയും വിവരമുള്ള ഭരണാധികാരികൾ ഇവിടെ ഭരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ഭരണാധികാരികളല്ല ഭരിക്കുന്നത്. ഇസ്രായേലിനെ ഫാദർലാൻഡായി കണ്ടുകൊണ്ട് ഇസ്രായേൽ മോഡൽ അറ്റാക്ക് നടത്താൻ നോക്കുന്ന ഭരണാധികാരികളാണ് ഇവിടെ ഭരിക്കുന്നതൊക്കെ പറഞ്ഞ് വലിയ നീണ്ടു നിവർന്ന് കിടക്കുന്ന ലേഖനങ്ങളാണ് ഇവിടെ കമ്മിക്കുട്ടന്മാർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയുടെ IWT തടസ്സം കാരണം കഴിഞ്ഞ വർഷം പാകിസ്ഥാനിലെ കർഷകർ കടുത്ത കാർഷിക ജല പ്രതിസന്ധി നേരിട്ടുവെന്നും അതിനെ ഭയപ്പെട്ടാണ് നിലവിലും ജീവിക്കുന്നത്. കാരണം 85% ഇവിടുത്തെ വെള്ളം കൊണ്ടാണ് അവിടെ കർഷകർ ജീവിച്ചു പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ സ്ഥിതി വളരെ ഗുരുതരമാണ് ബിജു ചേട്ടാ. അത് പോകെ പോകെ ഗുരുതരമായിക്കൊണ്ടേ ഇരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പാകിസ്ഥാൻ നിരന്തരം ഇപ്പൊ യുദ്ധം വേണ്ടത് അവർക്കാണ്, നമുക്കല്ല യുദ്ധം വേണ്ടത്. അവരാണ് ഇപ്പോൾ നേരിട്ടിറങ്ങുന്നത്. ഞങ്ങൾ യുദ്ധം ചെയ്യാറങ്ങാണ്. അവിടെയുള്ള തിങ്ക് ടാങ്കുകൾ പറയുന്നു 12 മുതൽ 24 മാസം അതിനകം ഞങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ യുദ്ധത്തിലേക്ക് പോകുമെന്ന് തന്നെയാണോ? യുദ്ധത്തിലേക്ക് ഒരുങ്ങുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ പാകിസ്ഥാൻ ഈ സിന്ധു നദീജല കരാറിൻ്റെത് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നു. പാകിസ്ഥാൻ പല രാജ്യങ്ങളെ സമീപിക്കുകയും ചില കോടതികളെ സമീപിക്കുകയും ചെയ്തു. ഹേഗിലടക്കമുള്ള കോടതികളെ നമ്മൾ പറഞ്ഞ കോടതിയെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നില്ല, പിന്നല്ലേ ഞങ്ങൾ നിങ്ങളുടെ വിധി അംഗീകരിക്കാൻ പോകുന്നത് നമ്മൾ പറയുകയും ചെയ്തു. അതിനുശേഷം അവരുടെ പ്രൊപ്പഗൻഡ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ വഴിയും ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ വഴിയുമൊക്കെ അവര് ഇത്തരത്തിലുള്ള പ്രൊപ്പഗൻഡ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നത്. ഭീകരവാദം വരുമ്പോഴും അതിനെ വെള്ളപൂശിക്കൊണ്ട് ഹിന്ദു ഇല്ലെ ക്രിസ്ത്യൻ നാമധാരികൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എഴുതും. അങ്ങനെയൊക്കെ ഉള്ളത് വരും. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഒരു അനുകമ്പ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വെള്ളം കിട്ടാതെ പാവങ്ങൾ മരിക്കുന്നു, സ്ത്രീകളുണ്ട്, കുട്ടികൾ. ഈ സ്ത്രീകളും കുട്ടികളുമാണ് ഇവർക്ക്. ചിലയിടത്ത് സ്ത്രീകളെ ഇവർ കണ്ടില്ലെന്ന് നടിക്കും, ചിലയിടത്ത് സ്ത്രീകളെ ഇവർ കാണുക തന്നെ ചെയ്യും. അപ്പോൾ ഈ സ്ത്രീകളും കുട്ടികളുമാണ്, അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുന്ന എന്ത് ദുഷ്ടത്തരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങുന്നു.
ഇപ്പോൾ പഴയതുപോലെയല്ല. ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണെന്നും ഇത് എഴുതുന്നവൻ എന്തുകൊണ്ടാണ് ഇത് എഴുതേണ്ടി വന്നതെന്നും നമുക്കറിയാൻ കഴിയും. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിഭാഗം ആളുകൾ പാരിതോഷികങ്ങളോ ഇല്ലെങ്കിൽ കൈയൊടിയോ കിട്ടുമെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മയെയും പെങ്ങളെയും പോലും കൂട്ടിക്കൊടുക്കുന്ന ഒരു ചെറിയ വിഭാഗം ജനം ഈ രാജ്യത്തുണ്ട്. അത് എല്ലാ വിഭാഗത്തിലുമുണ്ട്. അത്തരക്കാരാണ് ഇപ്പോൾ നിരന്തരമായി, ഞാനിത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല സോഷ്യൽ മീഡിയയിലും കാണുന്നുണ്ട്, ഈ വെള്ളം കൊടുക്കാത്തത് ക്രൂരതയല്ലേ, അവരെന്ത് തെറ്റ് ചെയ്തു, ഭീകരവാദം നിർത്തേണ്ടത് തന്നെയാണ്. അത് വളരെ ബുദ്ധിമുട്ടിയാണ് പറയുന്നത്, ഭീകരവാദം നിർത്തേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അവർക്ക് സമയം കൊടുക്കേണ്ട നിർത്താനായിട്ട്. കുറച്ചുപേരെ കൂടെ കൊന്നിട്ട് നിർത്തിക്കൂടാന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. ഇത് കണക്കുള്ള വാർത്തകൾ വരാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ പാകിസ്ഥാൻ ഫണ്ടഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രചരണമാണ് ഇപ്പോൾ അവർ ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്നത്, കേരളത്തിലടക്കം. ഇത് ഫണ്ടഡ് ആണ് ഈ സാധനം. കാരണം ഇതിന്റെ ഉപജ്ഞാതാക്കള് ഈ പാക് അനുകൂലികളായിട്ടുള്ള സുഡാപ്പികൾ, അതിനോടനുബന്ധ സംഘടനകൾ, അതിന്റെ പ്രവർത്തകരാണ്. അവർ നൽകുന്ന ഫണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത്. അതുമാത്രവുമല്ല, അവർ തന്നെ പോസ്റ്റ് ഇടുന്നു, അവർ തന്നെ ലൈക്ക് ചെയ്യുന്നു, അവർ തന്നെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. മുൻപ് അങ്ങനെ അല്ലായിരുന്നു. കുറെ രാജ്യത്തിനെ സ്നേഹിക്കുന്ന കുറച്ചു പേരെങ്കിലും അറിയാതെ ഇതൊരു മഹത്തായ കാര്യമാണല്ലോ പറയുന്നത് എന്ന് അറിയാതെ, കാരണം ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കാര്യം വന്നേക്കാം, അവര് ഭയങ്കര സാഹിത്യത്തിലൊക്കെ പറയും, 1-ാം നമ്പർ ഭീകരവാദം ഭയങ്കരമായി പൊതിഞ്ഞു കെട്ടി സാഹിത്യത്തിൽ പറഞ്ഞ് അതേതാണ്ട് മഹത്തരമായ കാര്യമാണെന്നും തോക്കിൽ കൂടെ വരുന്നത് പൂക്കളാണെന്നും പറയുന്നവരാണ് അവര്. അതുപോലെ തന്നെയാണ് ഇവര് ചെയ്യുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആകപ്പാടെ ഇപ്പോൾ ഈ സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട മാനുഷിക പരിഗണനയും കുന്തവും കുടച്ചക്രമൊക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ബഹുഭൂരിപക്ഷം ജനം അനുഭവിക്കുന്ന യാതനകളെ കുറിച്ച് ഇവർക്ക് മിണ്ടാട്ടമില്ല. ഇവിടെ മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ച് മിണ്ടാട്ടമില്ല. സംജോത എക്സ്പ്രസിനെ കുറിച്ച് ഇവർക്ക് മിണ്ടാട്ടമില്ല. ഇന്ത്യയിൽ നടന്ന അസംഖ്യം സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വിധവകളായവരുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ ഇവരുടെ ഒന്നും വിലാപത്തിന് ഒരു വിലയുമില്ല. ഇവരൊക്കെ ഇടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സേവ് ലക്ഷദ്വീപ് ഫോറം എന്ന് പറഞ്ഞ് കേരളത്തിലെ സിനിമാ നടന്മാരും നടിമാരും ഉൾപ്പെടെ കടന്ന് ഇറങ്ങി ഇവിടെ കിടന്ന് തുള്ളി മറിച്ചിട്ട് എന്തായി? ഇപ്പൊ അവിടെ ബാർ ഉൾപ്പെടെ എല്ലാം വന്നു കഴിഞ്ഞു. ഈ ഭരണകൂടം ഒരു ശക്തമായ ഭരണകൂടമാണ് ഇന്ത്യയിൽ. അവരുടെ ഇതിനൊക്കെയുള്ള വാറവലുകൾക്ക് ഇനി വലിയ സ്ഥാനമില്ല എന്ന് മാത്രമല്ല, സത്യം അറിയിക്കുന്നതിന് വേണ്ടി വിരലെണ്ണാവുന്ന അത് ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയകളിൽ നിന്ന് എല്ലാ ലാംഗ്വേജിലും ലഭ്യമാണ്, എല്ലാ സംസ്ഥാനത്തും ഉണ്ട് എന്നുള്ളതും കൂടെ ഉണ്ട്. ഇത് നമുക്ക് കാര്യത്തിലേക്ക് വരാം. പാകിസ്ഥാനെ സംബന്ധിച്ച് എന്ത് തന്നെ ആയാലും അവരുടെ ഈ ജലത്തിന്റെ കുറവ് കൊണ്ട് മാത്രമല്ല അവരൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. കാരണം ഇപ്പോഴത്തെ അവരുടെ ഒരു നിലനിൽപ്പിന്, അതായത് ഇന്ത്യ കണക്കുള്ള രാജ്യത്തിന്റെ മുൻപോട്ടുള്ള പോക്കിന് തുരങ്കം വെക്കുന്നില്ല, അതിനെ തടയിടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് അമേരിക്കയാണ്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ബ്രിട്ടനിൽ പോയിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത് വ്യാപാര കരാർ ഉടനെയൊന്നും ഒപ്പിടുന്ന ലക്ഷണമൊന്നുമില്ല. കാരണം ഈ ഇതണക്കുള്ള താരിഫും കാര്യങ്ങളും ആണെങ്കിൽ ഞങ്ങൾക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ലാഭകരമായിട്ട് തോന്നുകയാണെങ്കിൽ ഒപ്പിടാൻ പറ്റൂ എന്ന് അമേരിക്കയുടെ വ്യാപാര കരാറിനെ കുറിച്ച് പറഞ്ഞത് യു കെയിലെ അവിടുത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ മുമ്പിലാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ ഒപ്പിടത്തൊന്നുമില്ല, ഞങ്ങൾക്കിത് ഇതിൽ വേണം. ട്രംപിന്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഇനി അടുത്തത് എന്തായിരിക്കും ട്രംപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യക്ക് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യക്ക് പ്രഷർ കൊടുക്കണം, എന്ത് ചെയ്യണം? ടെൻഷൻ ഉണ്ടാക്കണം. ഇന്ത്യക്ക് ടെൻഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാകിസ്ഥാനെ കുത്തി ഇളക്കി ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് എത്തിക്കണം. അപ്പൊ നമുക്ക് കുറച്ച് സാമ്പത്തിക വളർച്ചയിൽ വരും, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരും. ഇവിടെ ഒരു അമേരിക്ക ഒരു റോള് കളിക്കുക എന്നുള്ള പഴയ തന്ത്രമാണ്, ട്രംപിന്റെ പഴയ തന്ത്രം തന്നെയാണ്. ആ തന്ത്രം അവിടെ പയറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിനകത്ത് ചൈനയ്ക്കും വലിയ താല്പര്യങ്ങളുണ്ട്. ചൈന ഒരുപക്ഷെ സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കും. കാരണം ഇന്ത്യയുടെ ഒരു രാജ്യം സാമ്പത്തിക മുന്നേറുന്ന ചൈനയെ സംബന്ധിച്ച് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ദക്ഷിണേഷ്യ മേഖലകളിൽ ചൈനയ്ക്ക് ബദലായിട്ട് മറ്റൊരു രാജ്യം കൂടി വളർന്നു വരുന്നത് അവർക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ മറ്റു ചില രാജ്യങ്ങൾ കൂടിയുണ്ട് ഇത്തവണ. അതാണ് അതിനകത്ത് മറ്റൊരു പ്രത്യേകത. അതിലൊന്ന് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിനെ കരുവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഭൂപ്രദേശം യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ചില കരുനീക്കങ്ങളും നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സിന്ധു നദീജലം എന്നുള്ളതിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു അറ്റാക്ക് നടത്തുക, ഇന്ത്യയെ ഒരു പ്രതിരോധത്തിലാക്കുക, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ മുരടിപ്പിക്കുക, ഇതാണ് ഇതിന്റെ ലക്ഷ്യം. വെള്ളവുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇനി മറ്റൊരു കൗതുകകരമായ കാര്യമാണ്, 2019 മുതൽ ഇന്ത്യ 3 കത്തുകളാണ് പാകിസ്ഥാൻ എഴുതിയത്. ഈ സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അന്ന് കരാർ ഒപ്പിടുന്ന 60കളിലെ അല്ലല്ലോ ഇപ്പോഴത്തെ 2026 കഥ ഒരുപാട് മാറി, വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി, ഇവിടുത്തെ ജനജീവിതങ്ങൾ ആകെ മാറിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന ഈ ജലത്തിന്റെ 80% വേസ്റ്റ് ആണ്. ഇപ്പൊ ധനുഷ് പറഞ്ഞല്ലോ, അവിടുത്തെ 85% ആളുകളും ഈ ജലമാണ് യൂസ് ചെയ്യുന്നതെന്ന്. അതായത് അവര് യൂസ് ചെയ്യുന്നത് ഈ വരുന്ന ജലത്തിന്റെ 20 to 23% മാത്രമാണ്, അത്രയും പോലും ഇല്ല. കാരണം ഈ സാധാരണഗതിയിൽ ജലം വരുമ്പോൾ അതിനെ കെട്ടി നിർത്തുന്ന സംഭരണികളാണ് അനിവാര്യമാണ്. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഈ
പിന്നെ മുല്ലപ്പെരിയാർ. ഞാൻ ഒരു 7 വർഷക്കാലം ഇടുക്കിയിലുണ്ടാകും, മുല്ലപ്പെരിയാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ആലോചിച്ച് എങ്ങനെയാണ് ഇവർ ഈ വെള്ളം കൊണ്ടുപോയിട്ട്, കാരണം ഇവരുടെ ഈ തെക്കൻ മേഖലകളുണ്ട്, ഈ കാർഷിക ജില്ലകളാണ് തമിഴ്നാടിന്റെ തെക്കൻ പ്രദേശങ്ങൾ, തേനി, ഡിണ്ടിഗൽ, ആ മേഖലകളിലൊക്കെ വലിയ കാർഷികം. ഇവര് ശരിക്കും പറഞ്ഞാൽ അതൊരു കർഷക പ്രദേശമല്ല തലശ്ശേരി, അത് അവർക്ക് വെള്ളം ഒരു വലിയ കിട്ടാക്കനി തന്നെയാണ്. പക്ഷെ അവരെങ്ങനെ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുല്ലപ്പെരിയാർ വെള്ളമുള്ള സമയത്ത് ഇമാര് വെള്ളം കൊണ്ടുപോകുമല്ലോ, ഈ വെള്ളം കൊണ്ടുപോകുന്ന വെള്ളമൊക്കെ ഏതാണ്ട് ഒരു 2500 ചെറിയ തടയണകളുണ്ട് ഇവർക്ക്. കുളമുണ്ട്, കുളം അത് ജയലളിതയുടെ കാലത്താണ് അവർ ഇതിനകത്ത് ഭയങ്കര മിടുക്കിയായിരുന്നു. ജയലളിതയുടെ കാലത്ത് ഇവർ കുളങ്ങൾ നിർമ്മിച്ചു, ഒപ്പം തന്നെ ചെറിയ തടയണകൾ, ഈ ചെറിയ ചെക്ക് ഡാം എന്ന് പറയും അതിന്, ചെറിയ ചെറിയ തടയണകൾ കെട്ടി, ഇതെല്ലാം കെട്ടി ഇവര് വെള്ളം സംഭരിച്ചു. അവിടുന്ന് പോയ മണ്ണ് അടിഞ്ഞു വീണിട്ട് ആ മണ്ണ് മാറ്റുന്നതിന് വേണ്ടി ഒരു കോൺട്രാക്ട്, ഇതിനകത്ത് തമാശ കൂടി അതിൽ പറയുകയാണ്, ഒരു മണ്ണ് മാറ്റുന്ന ഒരു കോൺട്രാക്ട് കൊടുത്തു. അപ്പൊ മണ്ണെല്ലാം കൂടെ മാറ്റിയിട്ട് കനാലിൽ കൂടെ വെള്ളം സുഖമായിട്ട് ഒഴുകണമല്ലോ, അതിന് മണ്ണ് മാറ്റിയിട്ടു. എന്നിട്ട് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനായിട്ട് പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് ആളുകൾ വണ്ടിയും കൊണ്ട് വന്നു. ഞങ്ങൾ പറഞ്ഞു ഇത് സൗജന്യമായിട്ട് ഈ മണ്ണ് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ സർക്കാരിനും താല്പര്യമായി, കൊള്ളാം, കുഴപ്പമില്ലാത്ത കാര്യമാണ്, ശരി നിങ്ങൾ കൊണ്ടുപോക്കോ സൗജന്യം. ആ മണ്ണാണ് പിന്നീട് നമ്മുടെ ഈ കോട്ടയം, പത്തനംതിട്ട, തിരുവല്ല മേഖലയിലൊക്കെ കൊണ്ടുവന്നിട്ട് മണ്ണ് കച്ചവടം തുടങ്ങി. ആ മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് അവരറിഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന മണ്ണ് അവിടെ കച്ചവടം ചെയ്യാൻ കൊണ്ടുപോകുന്നതാണെന്ന്. പിടിച്ചിട്ട് പറഞ്ഞ് നീ ഇവിടുന്ന് ആരും മണ്ണെടുക്കണ്ടെന്ന് പറഞ്ഞു. ആ മണ്ണ് അവര് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തതാണ്. അപ്പൊ ഈ തടയണകളും കനാലുകളും കെട്ടി അവർ ആ വെള്ളം സംഭരിച്ച് വെക്കുക ഒരു വർഷത്തേക്ക്. കാരണം ഇനി അടുത്ത വർഷം മുല്ലപ്പെരിയാർ ഡാം നിറയും. 134 അടി മുകളിലോട്ട് ജലം ഉയർന്നാൽ മാത്രമേ ഇവർക്ക് കൊണ്ടുപോകാനും കഴിയും. വെള്ളം പൊങ്ങിയാൽ മാത്രമേ ഇവർക്ക് താഴോട്ട് ഒഴുക്ക് വരത്തുള്ളൂ, കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അപ്പോ ഇവരതെല്ലാം കെട്ടി ഒരു വർഷത്തേക്കുള്ള വെള്ളം അവർ സംഭരിച്ച് വെക്കുന്നുണ്ട്. ഈ സിസ്റ്റം പോലും പാകിസ്ഥാനിലില്ല. ഇവര് ഈ ഒരു കനാല് പണി അവിടെ തുടങ്ങി, ഈ പറയുന്ന സിന്ധു പ്രവിശ്യയിലും പഞ്ചാബ് പ്രവിശ്യയിലും. ഈ കനാല് പണി തുടങ്ങിയതിന് പിന്നാലെ എന്തുമാത്രം പ്രക്ഷോഭം നടത്തി. അവിടെയാണ് നമ്മുടെ സർദാരിയുടെ മകൾ അതുവഴി കടന്നു പോയപ്പോൾ ജനങ്ങളെടുത്ത് വഞ്ഞിക്കിട്ടത്, വലിയ വാർത്തയായിരുന്നത്. നമ്മുടെ അവിടെ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ മകള്, അവര് MP പോയി കഴിഞ്ഞപ്പോൾ ഈ പ്രതിഷേധത്തിന് ഇടയിൽ കൂടെ കണ്ട് അവർ വണ്ടി വിട്ടു എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം കൂടെ എടുത്ത് കലത്തിനും കട്ടയ്ക്കും ഒക്കെ ഇടിക്കുന്നത് കണ്ടായിരുന്നു. അപ്പം ഇതാണ് അതിനകത്ത് ഒരു അവസ്ഥ. അപ്പം ഇതിനുള്ള സൗകര്യങ്ങളിൽ ഈ ജലത്തിനെ വഴിതിരിച്ചു വിടാനോ, കനാലുകൾ തുടങ്ങുന്നതേ ഉള്ളൂ പണി, അത് തന്നെ പൂർത്തിയായിട്ടില്ല, അത് വലിയ സമരത്തിൽ നിൽക്കുക. ഇങ്ങനെ അത് സപ്ലൈ ചെയ്യാനുള്ള വഴിയില്ല. ഈ ബഹുഭൂരിപക്ഷം വെള്ളവും വേസ്റ്റ് ആയിട്ട് കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത്, അതുകൊണ്ടാണ് ഇന്ത്യ കാശ്മീരിൽ ചില ഡാമുകൾ പണിതു, അപ്പോഴും പാകിസ്ഥാൻ പ്രശ്നം കൊണ്ടുവന്നു. അതായത് ചെക്ക് ഡാമുകളും ചെക്ക് പോസ്റ്റുകളും ഇന്ത്യ പണിയുന്നുണ്ട് ഇത് വെള്ളം സംഭരിച്ചു വെക്കാൻ, അപ്പോഴും ഇവന്മാര് പ്രശ്നമായിട്ട് വരികയാണ്. നമ്മൾ മലയാളത്തിൽ പറയത്തില്ല, എന്താണ് പട്ടിയൊട്ട് പശുവിനെ കൊണ്ട് തീറ്റയ്ക്കത്തില്ല. അതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഒരു വലിയ രാജ്യമാണ്, പഴയതുപോലെ അല്ല ഇന്ത്യ. നമ്മുടെ കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടക്കുന്നത്. കാശ്മീരിലടക്കം കൃഷി വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെള്ളം ആവശ്യമാണ്. വൈദ്യുതി, ഊർജ്ജ പ്രതിസന്ധി ഞങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് ചെറുകിട വൈദ്യുതി പ്രൊജക്ടുകളൊക്കെ ഞങ്ങൾ ഓടി നടക്കുകയാണ് ഈ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ. ഞങ്ങൾക്ക് അങ്ങനെ ഡാം കെട്ടിയേ പറ്റൂ, അതിൽ സമ്മതിക്കത്തില്ല. നമ്മുടെ രാജസ്ഥാനിൽ അടക്കമാണ് ഇപ്പോൾ ഈ വെള്ളം മാറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ, ഹിമാചൽ പ്രദേശിലെ, മധ്യപ്രദേശിലടക്കമാണ്. ഇവിടങ്ങളിലൊക്കെ വെള്ളം കിട്ടാത്ത നാടുകൾ കൂടിയാണ്, വെള്ളം കിട്ടാത്ത ഏരിയകളുണ്ട്. അവിടെ വെള്ളം കിട്ടാതെ വലയുമ്പോഴാണ് ഈ വെള്ളം ഒരു വേസ്റ്റ് ആയി കളഞ്ഞുകൊണ്ടിരുന്നത്. ഇതുകൊണ്ടാണ് 2019 മുതൽ ഇന്ത്യ കത്തെഴുതിയത്. നമുക്ക് സാധാരണ അങ്ങനെയാണ്, ഒരു കരാറിന്റെ കാലാവധി തീരുമ്പോഴത്തേക്ക്, ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശുമായിട്ട് നമ്മുടെ ഗംഗാധര നദീജലം പങ്കിടുന്ന കരാർ അവസാനിക്കുകയാണ് ഈ വർഷം. അപ്പൊ നമ്മൾ അവരത് പറയും വാ നമുക്ക് ഇരിക്കാം. കാരണം അന്നുള്ള വെള്ളമല്ലല്ലോ ഇന്നുള്ളത്, അന്നുള്ള ജനമല്ല ഇന്നുള്ളത്, അന്നുള്ള ഭൂപ്രകൃതിയല്ല. കാരണം ഈ ഭൂപ്രകൃതിക്ക് വ്യത്യാസം വരും. കാരണം ഇത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ പറമ്പിനായാലും നമ്മുടെ ചുറ്റുമുള്ള പ്രദേശത്തിനായാലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. കാലാവസ്ഥാ വ്യതിയാനം വരും, പരിസ്ഥിതിക്ക് വ്യതിയാനം വരും. ഇതനുസരിച്ച് വെള്ളം കൂടുകയും കുറയുകയും ചെയ്യാം. കാലം തെറ്റി മഴ പെയ്യാറുണ്ട്, കാലം തെറ്റി മഞ്ഞും പെയ്യാറുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനനുസരിച്ച് വ്യത്യാസം വരുത്തണമെന്ന് പറഞ്ഞു ഇവന്മാര് മൈൻഡ് ചെയ്തില്ല. ഈ 3 വർഷമായിട്ട് എഴുതുന്ന കത്തുകൾക്ക് മൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കരാറ് ഓട്ടോമാറ്റിക്കലി കാലഹരണപ്പെട്ടു. ഇനി എന്ത് ചെയ്യണം? ഇന്ത്യ അങ്ങോട്ട് പോയിട്ട് ഈ കരാർ വീണ്ടും ഒപ്പിടണമെന്ന് പാകിസ്ഥാനോട് പറയണോ? എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഈ പോസ്റ്റ്മാൻമാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ഇവിടെയാണ് ഈ പോസ്റ്റിന്റെ കള്ളത്തരങ്ങൾ വരുന്നത്. ആ കാലഹരണപ്പെട്ടൊരു കരാറ് ഇനി പുതുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ ചർച്ച വേണ്ടത്. അങ്ങോട്ട് കൊടുക്കുക മാത്രമല്ലല്ലോ, ഇങ്ങോട്ടും കൂടെ കിട്ടുന്നിടത്താണല്ലോ റെസ്പെക്ട് എന്ന് പറയുന്ന സാധനമുള്ളത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായിട്ടൊരു, കാരണം AB വാജ്പേയി ചെയ്തിരിക്കുന്ന വിട്ടുവീഴ്ചയൊന്നും ഒരു ഇന്ദിരാഗാന്ധിയും ചെയ്തിട്ടില്ല, ഒരു ചാച്ചാജിയും ചെയ്തിട്ടില്ല. ചാച്ചാജിയൊക്കെ കയറുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലത്ത് ചാച്ചാജി എഴുതി കൊടുത്തിട്ടുണ്ട് പലർക്കും. കാരണം ചാച്ചാജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം രക്തം പേർന്നൊരു ഭരണാധികാരിയാണ് നെഹ്റു എന്ന് പറയുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ഈ രാജ്യമായിരുന്നില്ല, അദ്ദേഹത്തിന് കുടുംബ സ്വത്ത് പോലായിരുന്നു. നിനക്ക് വേണോ എടുത്തോ, നിനക്ക് വേണോ എടുത്തോ എന്ന്. അയാൾ എവിടെ യുദ്ധം ചെയ്തെന്നാണ് ഈ പറയുന്നത്? ആ യുദ്ധം ചെയ്ത് നാണം കെടുത്തിയ ഈ ഇന്ത്യൻ സൈനികരെ നാണം കെടുത്തിയിട്ടുള്ള ഭരണാധികാരികളാണ് ഇവരെല്ലാം. ഈ നമ്മുടെ പട്ടാളക്കാരെ പാകിസ്ഥാൻ സൈന്യം പിടിച്ചുകൊണ്ട് പോയിട്ട് ഇന്നും അവരെവിടെയാണെന്ന് അറിയില്ല.
ബംഗ്ലാദേശ് യുദ്ധ സമയത്ത്. നമ്മുടെ സൈന്യം പിടിച്ചെടുത്ത അവരുടെ പ്രദേശങ്ങൾ ഈ POK അടക്കം വിട്ടുകൊടുക്കേണ്ടി വന്നില്ലേ? എന്തർത്ഥത്തിലായിരുന്നു വിട്ടുകൊടുക്കേണ്ടി വന്നത്? 92,000 പാകിസ്ഥാൻ ഭടന്മാര് മുട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ ചാച്ചാജിയുടെ മകളും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. എന്നിട്ടാണ് ഇവർ ഈ വീരസാഹസ്യം പറയുന്നത്, ഈ ട്രീറ്റിയുടെ കാര്യം പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വ്യാപകമായതെന്ന് പറഞ്ഞാൽ ഇത് പാകിസ്ഥാൻ ഫണ്ടഡ് ആണിത്. അതായത് അവരൊരു പ്രൊപ്പഗൻഡ, ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കണക്ക് തന്നെ ഇത് തന്നെ വ്യാപാര കരാറിന്റെ കാര്യത്തിലും വരും. സോഷ്യൽ മീഡിയ പണ്ട് ഈ പണി ചെയ്തുകൊണ്ടിരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ നമ്മുടെ സാഹിത്യകാരന്മാരായ ബുദ്ധിജീവികൾ, സാംസ്കാരിക നായർ. അവർക്കിപ്പോൾ ഒരു പട്ടിയുടെ വിലയും ഇല്ല. അവരാരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറിപ്പ് ഇട്ട് കഴിഞ്ഞാൽ താഴെ വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിയാണ്. അപ്പൊ അതുകൊണ്ട് അവരതൊക്കെ മടുത്ത്. പിന്നെ ഇനിയിപ്പോ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനുമില്ല. അവർക്ക് ഈ സർക്കാരിൽ നിന്നുള്ള പട്ടുമുളയാണല്ലോ ഇവരൊക്കെ നോക്കുന്നത്. പട്ടുമുളയും പോയിട്ട് ഒരു പട്ടിക്കുട്ടി പോലും കിട്ടാനില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ ആ പണി നിർത്തി. ഇപ്പൊ ഒരു സാംസ്കാരിക നായകരൊന്നും നമ്മളെങ്ങും കാണുന്നില്ല. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരും. അപ്പൊ ഇപ്പൊ എന്താണ്, ഈ അഭിനവ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളാണ് ഇവരുടെ ഒരു ദൈവമായിട്ട്. അത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും അങ്ങനെയുള്ളവരെ വിലക്കെടുത്തുകൊണ്ട് ചിലപ്പോൾ ദുബായിലേക്ക് ഒരു ട്രിപ്പ് ആകാം, ഇല്ലെങ്കിൽ ഈന്തപ്പഴത്തിന് 2 ബോക്സ് ആകാം, ഇല്ലെങ്കിൽ പെർഫ്യൂം ആകാം, ഇല്ലെങ്കിൽ 10,000 രൂപയൊക്കെയാണെന്നാണ് എന്റെ അറിവ് കേട്ടോ. വളരെ കുറഞ്ഞ റേറ്റൊക്കെയാണ് കൊടുക്കുന്നത്. മുമ്പൊക്കെ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നിടത്തേക്ക് 10,000 രൂപയൊക്കെയാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റ് ഇടുന്നവർക്ക് കിട്ടുന്നത്. എന്നിട്ട് പിന്നെ ഇവരെ സംബന്ധിച്ച് മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇവരുടെ പോസ്റ്റുകൾ പിന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെടും, ഷെയർ ചെയ്യും, ലൈക്കും റീച്ചും ഒക്കെ ചെയ്യും. അതും സുഡാപ്പികൾ തന്നെ ചെയ്യുന്നത്. അതായത് അവർ തന്നെ ഉണ്ടാക്കുന്നു, അവർ തന്നെ കാണുന്നു, അവർ തന്നെ ലൈക്ക് ഇടുന്നു, അവർ തന്നെ കമന്റ് ഇടുന്നു. ഈ ഒരു സിസ്റ്റമാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഇപ്പൊ കൃത്യമായിട്ട് തന്നെ അറിയാൻ കഴിയും. കാരണം ഈ മാധ്യമ ലോകങ്ങളിലായാലും മാധ്യമ പ്രവർത്തകരുടെ ആയാലും ഒക്കെ ഡീപ് സ്റ്റേറ്റ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഒരാളുടെ വാർത്താ അവതരണം കാണുമ്പോഴായാലും, വാർത്ത എഴുതുന്നത് കാണുമ്പോഴായാലും, വാർത്തയുടെ തലക്കെട്ടിടുന്നത് കാണുമ്പോഴേ തന്നെ നമുക്കറിയാം ഇവന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ജനത്തിന് ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഇതെന്തായാലും യുദ്ധത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് നമ്മളാരുമല്ല, പാകിസ്ഥാന്റെ തന്നെ സൈനിക വൃത്തങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഏജൻസികൾ തന്നെയാണ് പറയുന്നത്. കാരണം ഇത് അനിവാര്യമായ ഘടകമാണ്. അതിനകത്ത് അവർ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് സിന്ധു നദീജലത്തിനെ മുൻനിർത്തിയായിരിക്കും ഈ യുദ്ധം ഉണ്ടാകുന്നത്. യുദ്ധത്തിന്റെ കാരണം മറ്റു പലതുമാണ്, പക്ഷെ യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതാണ് ഇപ്പോൾ നടക്കുന്ന നാടകം.